കൊട്ടി ആഘോഷിച്ച് CPM നടത്തിയ പരീക്ഷണം 8 നിരയിൽ പൊട്ടിയ ഈ അവസ്ഥയിൽ വളരെ മുൻകരുതലോടെ നീങ്ങുകയാണ് BJP. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഒറ്റ സീറ്റിന്റെ വ്യത്യാസത്തിൽ കോർപ്പറേഷൻ ഭരണത്തിൽ പല ട്വിസ്റ്റുകളും സംഭവിക്കാമെന്നിരിക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ ഡൽഹിക്ക് പറക്കാനിരിക്കുന്നത്. 50 സീറ്റ് BJP തിരുവനന്തപുരത്ത് നേടിയപ്പോഴും കോളം തികയ്ക്കാൻ വേണ്ട ആ ഒരു സീറ്റ് കിട്ടാതെ പോവുകയാണ് ഉണ്ടായത്. അവിടെ 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഉശിരുകാട്ടി നിൽക്കുമ്പോഴും അവർ BJPയിലേക്കില്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ BJPക്ക് മുന്നിലെ എല്ലാ വഴിയും അടയുകയാണ്. ഇനി ഒരു സീറ്റിൽ കൂടി സ്ഥാനാർത്ഥി മത്സരിച്ചത് മൂലം തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. എന്നാൽ ആ സീറ്റിൽ BJP വിജയിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നേയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുരളീധരൻ പറയുന്നത് തിരുവനന്തപുരത്ത് UDF മേയർ സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന്. അതുകൊണ്ടാണ് തലസ്ഥാന നഗരിയിൽ ഇനി സംഭവിക്കാനിരിക്കുന്നത് ട്വിസ്റ്റ് ആണ് എന്ന് പറയാനും കാരണം. സത്യത്തിൽ BJP തിരുവനന്തപുരത്ത് വിജയിക്കുമ്പോഴും ആ വിജയം BJPക്ക് ഊറ്റം കൊള്ളാനാവുന്ന ഒന്നല്ല. കാരണം സംസ്ഥാനം മൊത്തം നോക്കുമ്പോൾ BJPക്കെതിരെ കാറ്റ് വീശിയിട്ടുണ്ട്. തിരുവനന്തപുരവും കോഴിക്കോടും ഉണ്ടാക്കിയ മുന്നേറ്റമൊഴിച്ചാൽ BJPക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഒട്ടും സുഖകരമല്ല. അതിന്റെ അതൃപ്തി നേതൃത്വത്തിന് നല്ലതുപോലെ ഉണ്ട്. അതായത് കയ്യിലുണ്ടായിരുന്ന 600 വാർഡുകൾ നഷ്ടപ്പെട്ടു. നിലവിൽ 1900-ൽ കൂടുതൽ വാർഡുകളിലാണ് BJP ജയിച്ചത്. 1500-ലേറെ വാർഡുകൾ ചെറിയ വോട്ടിന് നഷ്ടമായി. ഇതെല്ലാം കൂടി 4000 വാർഡുകളെങ്കിലും ലഭിക്കേണ്ടതായിരുന്നുവെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. തൃശൂരിൽ മുന്നേറാൻ കഴിയാത്തതിൽ സംസ്ഥാന നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. തൃശൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചെന്ന് വിലയിരുത്തിയ ക്രൈസ്തവ വോട്ടുകൾ ഈ തിരഞ്ഞെടുപ്പിൽ ലഭിച്ചില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NDAക്ക് ലഭിച്ച 20% വോട്ട് നിലവിൽ 18 എന്ന പ്രാഥമിക കണക്കാണ് നേതൃത്വത്തിന് ലഭിച്ചത്. സത്യത്തിൽ ഇവിടെ സംഭവിച്ചത് ലക്ഷ്യം വെച്ചത് കിട്ടിയുമില്ല, ഉണ്ടായിരുന്നത് പോവുകയും ചെയ്തു എന്ന അവസ്ഥയാണ്. ഇത് ഗൗരവമായാണ് പാർട്ടി നേതൃത്വം എടുത്തിരിക്കുന്നത്. എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാത്തതും തിരിച്ചടിയായാണ് പാർട്ടി വിലയിരുത്തുന്നത്. വീഴ്ച വരുത്തിയ സ്ഥലങ്ങളിലെ നേതാക്കളെ വിളിച്ച് താക്കീത് നൽകാനാണ് അധ്യക്ഷന്റെ തീരുമാനമെന്നുമാണ് പുറത്തുവരുന്ന വിവരം. കീഴ്ഘടകങ്ങളിൽ പുനഃസംഘടനയ്ക്കും സാധ്യതയുണ്ട്. സുരേഷ് ഗോപിയുടെ താരപദവി കൊണ്ട് തൃശൂരിങ് എടുക്കാമെന്നായിരുന്നു പാർട്ടിയുടെ പ്രതീക്ഷ. ഇത് ലക്ഷ്യം വെച്ചായിരുന്നു സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദങ്ങൾ അത്രയും. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കനത്ത തിരിച്ചടിയാണ് നേരിട്ടത്. BJP ഉൾപ്പെടുന്ന 171 ഗ്രാമപഞ്ചായത്ത് സീറ്റുകളും 5 ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റുകളും 36 നഗരസഭാ ഡിവിഷനുകളും 8 കോർപ്പറേഷൻ ഡിവിഷനുകളുമാണ് ഇക്കുറി NDAക്കൊപ്പം നിന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുണ്ടായ കുതിപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടാൻ കഴിയാത്തത് തിരിച്ചടിയായാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഇത്തരം കണക്കുകൂട്ടലൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ ഡൽഹിക്ക് എത്തിക്കുകയാണ്. ആ ചർച്ചയ്ക്ക് ശേഷം എന്ത് ട്വിസ്റ്റ് വേണമെങ്കിലും സംഭവിക്കാം. എന്തായാലും ഈ വിഷയത്തിൽ മുരളീധരന്റെ പ്രതികരണം ഒന്ന് കാണാം. ജനവിധി അട്ടിമറിക്കാൻ ഞങ്ങളില്ല, ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന് ഞങ്ങളില്ല. സ്ഥാനാർത്ഥി നിർത്തുമോ? ഏതാ മേയർ സ്ഥാനാർത്ഥി UDFന് മേയർ സ്ഥാനാർത്ഥി ഉണ്ടാവും. മേയർ സ്ഥാനത്തേക്കും ഉണ്ടാവും, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷ 2 സീറ്റുകൾ നഷ്ടപ്പെട്ടു. വെള്ളറടയും മലയങ്കീഴും, അത് 2 സീറ്റിൻ്റെ അതുകൊണ്ടാണ് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടത്. ഏതായാലും കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് പാളിച്ച പറ്റിയത് എന്ന് പരിശോധിക്കുന്നുണ്ട്. ഈ കോർപ്പറേഷന്റെ കാര്യത്തിൽ എങ്ങനെയാണ് ഏതെങ്കിലും തരത്തിലൊരു നീക്കുപോക്ക് അല്ലെങ്കിൽ ഒരു ഭരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും? ഇല്ല, ജനവിധി അട്ടിമറിക്കാൻ ഞങ്ങളില്ല, ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന് ഞങ്ങളില്ല. സ്ഥാനാർത്ഥി നിർത്തുമോ? ഏതാ മേയർ സ്ഥാനാർത്ഥി UDFന് മേയർ സ്ഥാനാർത്ഥി ഉണ്ടാവും. മേയർ സ്ഥാനത്തേക്കും ഉണ്ടാവും, ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും ഉണ്ടാവും. ഈ LDF യോഗം ഇന്ന് ചേരുകയാണ്. അപ്പോൾ ഇന്നലെയും CPM CPI ഒക്കെ പറയുന്നത്, CPI പറയുന്നത് ശബരിമല സ്വർണ്ണക്കുളം തിരിച്ചടിച്ചു എന്നാണ്. പക്ഷേ CPM ഇപ്പോഴും അംഗീകരിക്കുന്നില്ല. CPM ഇപ്പോഴും പരാജയം അംഗീകരിക്കുന്നില്ല. കൂടുതൽ തെറ്റിലേക്ക് ആ പാർട്ടി നീങ്ങുക. അവരെ തിരുത്താൻ ആരെക്കൊണ്ടും കഴിയാത്ത അവസ്ഥയാണ്. CPI പറഞ്ഞാണ് അതിൻ്റെ യാഥാർത്ഥ്യം. സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ഭരണത്തിൻ്റെ അഴിമതിയും ക്യാപ്റ്റനും തകരാറാണ്. ഞാൻ പറഞ്ഞില്ല, ക്യാപ്റ്റനാണ് തകരാറ്. അല്ല, എന്താ എങ്ങനെ ഈ തോൽവി അവരൊന്ന് പഠിപ്പിക്കുന്നു? അല്ല, അത് ഞങ്ങൾക്ക് സുഖമാണില്ല. അതുകൊണ്ട് അസംബ്ലിയിൽ അത്രയും പണി കുറച്ചെടുത്താൽ മതി. ഒരു കാര്യമുള്ളത്, ഈ UDFന്റെ വിപുലീകരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. കേരള കോൺഗ്രസിന്റെ കാര്യത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും പാർട്ടിയെ ഉന്നമിട്ടുകൊണ്ടൊന്നുമല്ല. മുന്നണിയുടെ അടിത്തറ വിപുലീകരിക്കണം എന്നൊരു ആശയമുണ്ട്. അത് മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. കേരള കോൺഗ്രസ് എമ്മിനെ കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ജോസഫ്. അല്ല, നിലവിലുള്ള സഖ്യം തന്നെ പര്യാപ്തമാണെങ്കിലും ഒന്നും കൂടെ വിപുലീകരിക്കുന്ന നല്ലതാണെന്നുള്ള അഭിപ്രായം പൊതുവായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നണിക്കകത്ത് ചർച്ച ചെയ്ത് തീരുമാനിക്കും.